നീ പോണില്ലേ? എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഗുഡ് മോർണിംഗ്. ഒരുത്തര കഥകൾ കേട്ടിട്ടേ ആകെ പ്രഷർ കൂടിയിരിക്കുക, ലേറ്റ് ആയത്. ഓക്കെ, അപ്പൊ പറയൂ, എന്താ തന്റെ പ്രശ്നം? തനി അൺഹാപ്പി ഫേസ് ഒക്കെ ഒന്ന് മാറ്റി ഹാപ്പി ആയി. എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ റൂമിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ അത് ഓക്കെ ആവണ്ടേ? സോ ബി കംഫർട്ടബിൾ. കാര്യങ്ങൾ ഓപ്പൺ സംസാരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇരിക്കുന്നത്. സോ തനിക്ക് എന്ത് ഷെയർ ചെയ്യാം? I'm a rabbit. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ താൻ ആ ട്രോമയിലാണ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത് എന്നാണോ? ബാക്കിയുള്ളവർ ചോദിക്കുന്ന പോലെ എന്താണ്, എവിടെ വെച്ചാണ് എന്നും ചോദിച്ച് തന്നെ ഞാൻ ഡിസ്കംഫർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ നോ യു വോണ്ട് ബി കംഫർട്ട്. അല്ല, ഞാൻ കംഫർട്ടബിൾ ആണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അവരെന്നെ അല്ല, അപ്പോൾ ഇൻസിഡൻറ്റ് തൊട്ടിട്ട് കുറേ നാളായി. ഇത്രയും വർഷങ്ങളായിട്ടും താൻ ആ ട്രോമയും കൊണ്ടാണോ ജീവിച്ചത്? എന്തുകൊണ്ടോ ഒരു തെറാപ്പി അറ്റൻഡ് ചെയ്യാഞ്ഞത്? സത്യത്തിൽ അവരെന്നെ റേപ്പ് ചെയ്തതല്ല എൻ്റെ ട്രോമ. പിന്നെ എനിക്കവരൊന്നും ചെയ്യാൻ പറ്റാത്തതില്ല. എടോ, ഇവിടെ ഇതൊക്കെ അടക്കി പിടിച്ച് ജീവിക്കുന്നവരാണ് കൂടുതലും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ താൻ മുമ്പോട്ട് വന്നത് തന്നെ വലിയ കാര്യമാണ്. നമുക്ക് ഇപ്പോൾ തന്നെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനെക്കുറിച്ച്. എന്തിന്? അല്ല, നമുക്ക് അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യണ്ടേ? അതിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എന്താ കാര്യം? പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്ത നിയമം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവരെ കൊന്നുകളയാണോ? എടോ, അങ്ങനെ ചെയ്താലും ഇവിടുത്തെ മീഡിയയും നാട്ടുകാർക്ക് തന്നെ വാഴ്ത്തി പാടുമായിരിക്കും. ബട്ട് അന്ന് തൊട്ട് താൻ നിയമത്തിന് മുമ്പിൽ ക്രിമിനലാണ്. അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. അല്ലെങ്കിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും കൊല്ലാൻ പറ്റത്തില്ല. പറ്റിയില്ല, എനിക്ക് പറ്റിയില്ല. എനിക്കവരെ കൊല്ലാൻ പറ്റിയില്ല. അത് തന്നെ എൻ്റെ ദേഷ്യവും. തനിക്കവനെ കൊല്ലാൻ പറ്റിയിരുന്നോ? വാട്ട് ഡു യു മീൻ? എനിക്കവരെ കൊല്ലണം എന്നായിരുന്നു. ബട്ട് എനിക്ക് പകരം അത് മറ്റൊരാൾ ചെയ്തു. മറ്റൊരാളോ? അതെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. അപ്പോൾ താൻ പറയുന്നത് ഇപ്പോൾ അയാൾ ജീവനോടെ ഇല്ലെന്നാണോ? അയാൾ തൻ്റെ പ്രതികാരം നടപ്പിലായില്ലേ? എങ്ങനെ ഡോക്ടർ? ഞാനല്ലേ അവരെ കൊല്ലേണ്ടത്? എനിക്കില്ല അതിനുള്ള അവകാശം. എടോ, എനിക്കും മനസ്സിലാവുന്നില്ല, താൻ എന്താ ഈ പറയുന്നേ? ഞാൻ ചെയ്യേണ്ട പ്രതികാരം എനിക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു. പക്ഷെ എനിക്കിത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ ഒരാളെങ്കിലും നേരിട്ട് പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു. അല്ല, എന്നിട്ട് അവസാനം എനിക്കൊരു ചാൻസ് വന്നു. ചാൻസോ? അയാൾ മരിക്കുന്നത് നേരിട്ട് കാണാനുള്ള അവസരം. എന്നെ ആ ലാബിൽ വെച്ച് ഉപദ്രവിച്ച 4 പേരിൽ 4-ാമൻ. അവൻ മരിക്കുന്നത് കാണാനുള്ള അവസരം. ബാക്കി 3 പേരെ പലപ്പോഴേ പറഞ്ഞു വിട്ടു. ഇനി ആ ഒരാൾ മാത്രം. മരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയില്ലേ? ആദ്യം ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് ബ്ലഡ് പ്രഷർ കൂടും. ആ പ്രഷർ തൻ്റെ ഹാർട്ടിന് താങ്ങാൻ പറ്റില്ല. പിന്നീട് വേദന സഹിക്കാൻ പറ്റാതെ താൻ മരിക്കും. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് എല്ലാം ശരിയാണെന്നല്ലേ താൻ പറഞ്ഞത്? ഇപ്പം എല്ലാം ശരിയായി. ഹാപ്പി ഡെത്ത് ഡേ. എന്തായാലും ഒരാളും കൂടെ അല്ലേ ബാക്കിയുള്ളൂ. എല്ലാം നമ്മൾ വിചാരിച്ചാൽ തന്നെ നടക്കും. നീ പേടിക്കണ്ട.